വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിയോതെറാപ്പി ഇൻ TKR. അതായത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ശേഷം എത്രത്തോളം നിർണായകമാണ് ഫിസിയോതെറാപ്പി? റീപ്ലേസ്മെന്റ് സർജറിക്ക് ശേഷം ഫിസിയോതെറാപ്പി നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം. സർജറിക്ക് ശേഷം എത്ര ദിവസം കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം? സർജറിക്ക് ശേഷം ഫിസിയോ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വെൽക്കം ടു ഡോക്ടർ ഹെൽത്ത് ടോക്ക്. ഞാൻ ഡോക്ടർ മുഹമ്മദ് സാലിം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിയോതെറാപ്പി ഇൻ TKR. അതായത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ശേഷം എത്രത്തോളം നിർണായകമാണ് ഫിസിയോതെറാപ്പി എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ജിസ്മി ദാസ്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ TKR ടോട്ടൽ നീ റീപ്ലേസ്മെന്റിന് ശേഷം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഫിസിയോതെറാപ്പി? റീപ്ലേസ്മെന്റ് സർജറിക്ക് ശേഷം ഫിസിയോതെറാപ്പി നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത സർജറി ഫെയിൽ ആകാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടിനടിയിലുള്ള സ്റ്റിഫ്നെസ് കൂടി നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ ലഭിക്കത്തില്ല. TKR സർജറി ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്ന പേഷ്യൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പോൾ ഒരു മുട്ടുവേദന കാരണം അവർ അധികം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവരുടെ മസിൽസ് ഒക്കെ ഭയങ്കര വീക്ക് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ പേശികളൊക്കെ നമ്മൾക്ക് ബലപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്ക് നടക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. സർജറിക്ക് ശേഷം എത്ര ദിവസം കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം? സർജറിക്ക് ശേഷം ഫിസിയോ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻസ് എന്തായാലും ഒരു 2 to 3 days നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ പ്രൈമറി ഫിസിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊടുക്കും. സർജറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് പില്ലോ അല്ലെങ്കിൽ ടവൽ റോൾ ചെയ്തിട്ട് നീയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കും. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ നീയുടെ ഉള്ളിൽ സ്റ്റിഫ്നെസ് വരികയും അല്ലെങ്കിൽ നമുക്ക് സ്വെല്ലിംഗ് കുറയാതെ ആവുകയും ചെയ്യും. പിന്നെ നീ ബെൻഡ് ആയിപ്പോകും. നമുക്ക് ഫുൾ എക്സ്റ്റൻഷൻ ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. 6 week കഴിഞ്ഞാലും വേദന കുറയുന്നില്ല അല്ലെങ്കിൽ സ്വെല്ലിംഗ് കുറയുന്നില്ല എന്ന് ചില പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റൻസിറ്റി കൂട്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ വേഗം റെഡിയാകണമെന്ന് പറഞ്ഞ് കൂടുതൽ നേരം ഫിസിയോതെറാപ്പി ചെയ്താലും നമ്മുടെ നീര് കുറയത്തില്ല. അപ്പോൾ ഒരു 30 minutes ഒക്കെ ഒരു സെഷൻ ചെയ്തിട്ട് ഒരു 10 minutes ഐസിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി.